എന്താണ് ഇവർ പറയുന്നത്? ഇവർ പ്രത്യേകിച്ച് ഒരു കാരണവും പറയുന്നില്ല സന്തോഷ്. തുടക്കം ദിവസം മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ വിഷയങ്ങൾ പുറം ലോകം അറിയുന്നതിൽ കർണാടകയ്ക്ക് എന്തോ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തോ ഒളിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് രഞ്ജിത്തും അതേ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ കർണാടക സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാളി രക്ഷാപ്രവർത്തകരെ അനുവദിക്കാത്തത്, ഒപ്പം തന്നെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ അനുവദിക്കാത്തത്. ഇന്നെന്താണ് പറയുന്നത്? കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ട്? നമുക്ക് രഞ്ജിത്തിനോട് സംസാരിക്കൂ, വേഗം വേഗം. ഇല്ല, ദിവസം ഇത് തന്നെയാണ്, ഇന്റർഫിയറൻസ് തന്നെയാണ്. ദിവസം ഇന്റർഫിയറൻസ്. 1 മണിക്കൂർ കളക്ടറോടും പോലീസ് കുറച്ച് പണി മുടക്കും, വീണ്ടും കളക്ടറോടും വീണ്ടും പണി മുടക്കും. കാണുന്നതാണല്ലോ ഇത്. ഇതിലകത്ത് വന്ന് മുടക്കില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് തന്നെ വലിച്ച ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കിയത്. ഇവരെന്തോ ഹൈഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ മലയാളികൾ അവിടേക്ക് പോകേണ്ട, എന്തോ ഒളിച്ചു വെക്കാൻ തീർച്ചയായിട്ടും വൈകിട്ടുള്ള എന്തായാലും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും നമ്മൾ. തീരുമാനം അതിൻ്റെ എന്തായാലും അത്, കാരണം ഒരാൾ 25 പേര് അനുവദിക്കാൻ സമ്മതിച്ചാണ് അവർ. നമുക്ക് രണ്ടർക്ക് ഇത് എഴുതി കൊടുക്കേണ്ട, അല്ലാതെ തന്നെ കയറി NDRF ഓഫീസർ ഇപ്പം കാണാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ അഡ്വൈസിനോട് നോക്കി നിൽക്കുകയാണ് അവർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അകത്ത് കയറുക എന്നുള്ളതാണ്. നമ്മൾ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതാണുള്ള വിഷയം. പണി ഇത് ചെറിയൊരു കിണറിനകത്തുള്ള വർക്കല്ലല്ലോ, ഇത്രയും വാസ്റ്റൽ ഏരിയ അല്ല. നമുക്ക് ഇങ്ങനെ പണി മുടങ്ങുമ്പോൾ എന്തുമാത്രം പണിയാണ് മുടങ്ങി പോകുന്നത്. ഇന്നലെ ഈ ഒരു വൈകുന്നേരം ഒരു യോഗമുണ്ട്, കമ്മീഷണറൊക്കെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. യോഗം കൂടിയിട്ടില്ല. അവരവരുടെ കമ്മീഷണർ പോലും. പക്ഷേ ഇന്നലെ വൈകുന്നേരം തന്നെ രഞ്ജിത്ത് അഭിപ്രായം അവരെ അറിയിച്ചിരുന്നു അല്ലേ? നമുക്ക് അറിയിച്ചിരുന്നു. നമ്മൾ വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള എക്സ്പീരിയൻസ് ആൾ വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവർ പറയുന്ന പോലെ ഇവരെന്തെങ്കിലും കാട്ടിക്കൂട്ടി വെറുതെ കാണിച്ചെന്നുള്ള അതിൻ്റെ 2 ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോകും. ഹലോ, ഏതായാലും രഞ്ജിത്ത് ഉൾപ്പെടെ പറയുന്നത് ഇവരുടെ ഈ മലയാളികളുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് മലയാളി രക്ഷാപ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഒന്നും ആ ഭാഗത്തേക്ക് കടത്തിവിടാത്തത്. തിരച്ചിൽ ഒരു പേരിൽ മാത്രം നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ മലയാളി സന്നദ്ധ പ്രവർത്തകരുണ്ടാകുമ്പോൾ അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് തന്നെ മുന്നോട്ട് പോകണം. അവിടെയുള്ള NDRF സംഘമൊക്കെ ഈ മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കർണാടക പോലീസാണ് ഒരു തരത്തിലും ഇവരെ ആ ഭാഗത്തേക്ക് കടന്ന് ചെല്ലാൻ അനുവദിക്കാതെ ഇവിടെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്നലെ വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം 25 അംഗങ്ങളെ, കേരളത്തിൽ നിന്നുള്ള 25 പേരെ അവിടേക്ക് പോകാൻ അനുവദിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആരെയും, രഞ്ജിത്തും മനാഫും ഉൾപ്പെടെയുള്ളവരെ ഒന്നും അവിടേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലത്ത് തന്നെ മുഴുവൻ മലയാള മാധ്യമ ഇത് തന്നെയാണ് സന്തോഷം. എല്ലാ ദിവസവും നമ്മൾ കാണുന്നത്. ഇവർ രാവിലെ നമ്മളെ തടയും, പിന്നീട് ഇവിടുന്ന് സർക്കാരിൽ നിന്ന് ബന്ധപ്പെട്ട് കുറച്ച് ആളുകളെ അകത്ത് കയറാൻ അനുവദിക്കും. പക്ഷെ വീണ്ടും അല്പസമയം കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവം അവർ വീണ്ടും പുറത്തെടുക്കും, നമ്മുടെ ആളുകളെ തടയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കർണാടക എന്താണ് മറയ്ക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ നേരത്തെ മനാഫിൻ്റെയൊക്കെ ശരീരഭാഷയിൽ കണ്ടതുപോലെ വലിയ നിരാശയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ദിവസം കടന്നു പോയിരിക്കുന്നു. ഇന്ന് 8 ദിവസമായിരിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ചതാണ്. ഇന്ന് 8 ദിവസം കടന്നിരിക്കുന്നു. ഇനിയും നമ്മൾ ഏത് രീതിയിൽ അർജുന് വേണ്ടി തെരച്ചിൽ നടത്തും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കർണാടക സർക്കാരും സൈന്യവുമൊക്കെ വന്ന് എന്തൊക്കെയോ വഴിപാടുകൾ കഴിച്ച് പോയിരിക്കുകയാണ്. അതല്ലാതെ അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് വളരെ സങ്കടത്തോടെ, ഏറ്റവും ദേഷ്യത്തോടെ, നിരാശയോടെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം.